നമസ്കാരം. ഞാൻ സുരേഷ് ലാവത്ത്. ഒരു നാളത്തെ 4-ാം തീയതി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ എങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞ് മുൻകൂറായിട്ട് എന്ത് പറയാൻ പറ്റും എന്ന് എൻ്റെ ഒരു സുഹൃത്ത് ചോദിച്ചതുകൊണ്ട് അതിൻ്റെ ഒരു രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പൊതുവേ എൻ്റെ ഒരു അഭിപ്രായം, എറണാകുളം ജില്ലയിൽ വരെ കോൺഗ്രസ്സിന് തിരിച്ചടിയേ ഉണ്ടാവുള്ളൂ. പ്രതീക്ഷിക്കുന്ന ഒരു ഇതില്ല. ഏതോ ആൾ ഏതോ പറഞ്ഞു എന്ന് പറഞ്ഞ് പല ചാനലും പറഞ്ഞു എന്ന് പറഞ്ഞ ഉദ്ദേശത്തിൽ ഞാനിവിടെ UDF ഭരണം വരും എന്ന് പറഞ്ഞ് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ LDFും UDFും കട്ട ലെവലിലുണ്ടാവും. അതിൻ്റെ ഇടയ്ക്ക് 10 മുതൽ 18 സീറ്റോടെ NDAയും വരും. അതൊരു ത്രിശങ്കു സംഭവമാണ് കേരളത്തിൽ വരാൻ പോകുന്നത്. പോണ്ടിച്ചേരി NDA കൊണ്ടുപോകും തന്നെ. തമിഴ്നാട്ടിൽ DMKനെ പ്രതീക്ഷിക്കേണ്ട, അവിടെ ADMK തന്നെ ഉറപ്പുള്ള സംഭവമാണ്. ADMK തന്നെയാണ് അവിടെ വിജയിക്കുള്ളൂ. വിജയിക്ക് 2 മുതൽ 5 സീറ്റ് വരെ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. അസം BJP കൊണ്ടുപോകും. അസം മാത്രമല്ല, ബംഗാളും ഈ വട്ടം BJP ഭരിക്കും. അവിടെ മമതാ ബാനർജിക്ക് സ്വന്തം നിയോജക മണ്ഡലം കിട്ടുമോ ഇല്ലയോ എന്ന് കഴിഞ്ഞിടത്ത മാതിരി തോറ്റ് തുന്നം പാടുന്ന മാതിരിയാണ് തോന്നുന്നത്. ഒരു രക്ഷയും അവിടെ കാണുന്നില്ല. അപ്പോൾ നടന്ന തിരഞ്ഞെടുപ്പിൽ എവിടെയും കോൺഗ്രസിനെ പറ്റിയിട്ട് ഒരു വാക്കുമില്ല. കോൺഗ്രസ്സില്ല എന്നാണ് സംഭവത്തിൽ. ബംഗാളിൽ കോൺഗ്രസ് ഒന്നും ഇത് ചെയ്യാൻ പോകില്ല. ആസാമിൽ കോൺഗ്രസിൻ്റെ ഗതി അതോ ഗതിയല്ല. പിന്നെ ആകപ്പാടെ ഉള്ളത് കോൺഗ്രസ് ആയിട്ടല്ല, ഈ UDF ആയിട്ടാണ് കേരളത്തിലുള്ളത്. അപ്പോൾ അതേ ലെവലിൽ തന്നെയാണ് ഇവിടെ LDF. കാരണം അവരുടെ ഇന്ത്യ കൂട്ടമിലെ ഒരു ടീമാണ് ഇവിടുത്തേത്. അവർ 10 വർഷമായിട്ട് ഭരണത്തിലുള്ള പിണറായി സർക്കാരിൻ്റെ സംഭവങ്ങളാണ്. അത് അവരുടെ വോട്ട് ബാങ്ക് ചെറുതായിട്ട് കണക്കൂട്ടാൻ പറ്റില്ല. അതൊരു ശരിക്കൊരു വർക്കാണ് അവിടെ. അപ്പോൾ അതുകൊണ്ട് ഒരു 50-നും 60-നും ഇടയ്ക്ക് സീറ്റ് അവർ പിടിക്കും, തർക്കമില്ല. അത് അപ്പോൾ തന്നെ 10-നും 18-നും ഇടയ്ക്കായിട്ട് NDA നേടും എന്ന് പറയുമ്പോൾ തന്നെ UDFൻ്റെ നിലവാരം മനസ്സിലായി. ഇത് ത്രിശങ്കു ആവുകയാണെങ്കിൽ ഭരണം രാഷ്ട്രപതി കയ്യിലേക്ക് പോകുമോ എന്ന് പറഞ്ഞ് ഭഗവാനറിയാം. ലീഗ് UDFയിൽ നിന്ന് ചാടി LDFിലേക്ക് പോയാൽ എന്താവും എന്ന് കാണേണ്ടിയിരിക്കുന്നു. കാരണം കഴിഞ്ഞ 9 വർഷമായിട്ടില്ലാത്ത ആനുകൂല്യങ്ങൾ ഞങ്ങൾ തിരിച്ചു പിടിക്കും എന്ന് പറഞ്ഞ മുസ്ലിം ലീഗിനെ ഭരണമില്ലാണ്ട് ഈ വർഷം കൊണ്ട് നിൽക്കാൻ പറ്റില്ല. അവർ പുറത്തു ചാടും എന്നാണ് ഉദ്ദേശം. അപ്പോൾ ബാക്കി എന്താവും എന്ന് പറഞ്ഞ് ഈ ത്രിശങ്കുവിൽ കണ്ടറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ കേരളത്തിൻ്റെ നിലവാരമാണ് ഞാൻ ഉദ്ദേശിച്ചത്. എറണാകുളം മുതൽ അവരുടെ അടിപതറുന്ന സംഭവങ്ങളാണ് കോൺഗ്രസ്സിനെ കാണാൻ പോകുന്നത്. സതീശൻ എന്താവോ എന്ന് കണ്ടറിയണം. മുഖ്യമന്ത്രി കുപ്പായം തയ്ച്ചും കൊണ്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാരുടെ ഒരു ജയിത്തയാത്ര അവർ തന്നെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും അത് അയച്ച് വീട്ടിലെ കോളർമ തൂക്കാം, അതിന് വേറെ മാറ്റം ഉണ്ടാവില്ല. UDF ഭരണത്തിൽ വരില്ല. NDA തന്നെയായിരിക്കും പോണ്ടിച്ചേരി ഭരിക്കുക. NDA ഘടകകക്ഷി തന്നെയായ AIDMK തമിഴ്നാട് ഭരിക്കാൻ പോകുന്നത്. അസാമിൽ BJP തന്നെയാണ്. തൃണമൂൽ കോൺഗ്രസ് അടിപതറി ഈ വട്ടം കൂട്ടിക്കയറുന്ന ഗതിയായി. അവരുണ്ടാവാൻ സാധ്യത പോയി അവരുടെ സംഭവങ്ങൾ. അവിടെ ഞാൻ ഉദ്ദേശിച്ചത് 166 സീറ്റായിരുന്നു.
ഇപ്പോൾ അതിനേക്കാളും കൂടി പോകാനേ സാധ്യതയുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു 166ഓളം സീറ്റ് NDA എല്ലാം BJP നേടി കയറി വരും എന്നാണ് കരുതുന്നത്. അപ്പോൾ ഘടകകക്ഷികളായിട്ട് അവിടെ മത്സരിക്കുന്നത് ആരാന്നൊന്നും ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് രാംവിലാസ് പാസ്വാൻ്റെ പാർട്ടി അതൊക്കെ അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്താണെന്നോ ഐഡിയ. അതാത് പ്രാദേശികമായുള്ള ഒരു കക്ഷികളായിട്ടായിരുന്നു ഇത് ചെയ്യാറ്. അങ്ങനെ രണ്ടാമത്തെ ഈ സംഭവത്തിൽ കൂടെ ഒരു കാര്യം കൂടി, പഞ്ചാബിൻ്റെ ആ പന്ന രാജിവെക്കും എന്നാണ് തോന്നുന്നത്. ഞാൻ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയുടെ പേരാട്ടോ അങ്ങനെ, അദ്ദേഹത്തിന് പകരമായിട്ട് ഛദ്ദ കയറി വരാനുള്ള സാധ്യത കാണുന്നത്. 63 MLA-മാരുടെ സപ്പോർട്ട് ഇപ്പോൾ പുള്ളിക്ക് ആൾറെഡി വന്നിട്ടുണ്ട്. അപ്പോൾ പഞ്ചാബും BJP-കൊത്തം ആയിക്കഴിഞ്ഞാൽ അവിടെ വേറെ വലിയ സംഭവങ്ങളൊന്നും പ്രതിപക്ഷമായിട്ട് ഇല്ല. എല്ലാം നല്ലതിന് എന്ന് കരുതാം. നന്ദി, നമസ്കാരം.